നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജോസേട്ടൻ്റെ അടുത്തേക്കാണ്. ജോസേട്ടനെ പറ്റി പറയുമ്പോൾ ജോസേട്ടൻ ഒരു ഉഗ്രൻ കൃഷിക്കാരനാണ്. ചെറുപ്പം മുതൽ തന്നെ കൃഷി ചെയ്യാൻ ആരംഭിച്ചൊരു വ്യക്തിയാണ് ജോസേട്ടൻ. ജോസേട്ടാ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് ജോസേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ, ഈ കൃഷി എപ്പോ തൊട്ടാണ് ചെയ്യാൻ ആരംഭിച്ചത്? തീരെ ചെറുപ്പം മുതൽ കൃഷി ഇഷ്ടമായിരുന്നു? അന്ന് തൊട്ടേ ഒറ്റയ്ക്ക് അതോ വീട്ടുകാരുടെ സഹായത്തോടെ? ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ജോസേട്ടനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറിയുടെയും വിവിധ ഇനം ആണ് ജോസേട്ടൻ്റെ ഒരു പ്രത്യേകത. വിവിധ ഇനം കൃഷി ചെയ്യുന്നതാണ് ജോസേട്ടൻ്റെ പ്രത്യേകത. അപ്പൊ അതിനെപ്പറ്റി എന്താ ചേട്ടൻ പറയാനുള്ളത്? അത് ഈ അത്യപൂർവ്വമുള്ള ഇനങ്ങൾ, പിന്നെ ഇവിടെ നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇനങ്ങൾ, നാട്ടിൽ അന്യം വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതല്ല എവിടെയുള്ള എല്ലാം കണ്ടെത്തുക, സംരക്ഷിക്കുക, അതാണ് നമ്മുടെ. ഓക്കെ. അപ്പൊ നമ്മൾ ഞാൻ കേട്ടിട്ടുള്ള ഈ കാന്താരിയുടെ ഒരു 10-ലധികം ഇനം 10-15 താഴെയുണ്ട്. അപ്പൊ അതിന് ഏതൊക്കെയായിരുന്നു ആ ഇനങ്ങള്? അതിപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും പേരെ ഓർക്കുന്നില്ല. എരിവില്ലാത്ത കാന്താരിയുണ്ട്, ജിമിക്ക് മുളകുണ്ട്, ഈ കമ്മല് പൊരിക്കാൻ ജിമിക്ക് മുളകുണ്ട്, പിന്നെ ഇപ്പോൾ കറുത്ത ഉരുണ്ട മുളകുണ്ട്, കറുത്ത നീണ്ട മുളകുണ്ട്, പിന്നെ വെള്ള കളറുള്ള വലിപ്പം കൂടിയ മുളകുണ്ട്, പിന്നെ മേലോട്ട് നിൽക്കുന്ന കൊമ്പമുളകുണ്ട്, അത് നേരെ തിരിച്ച് കീഴോട്ട് നിൽക്കുന്ന കൊമ്പമുളകുണ്ട്, പിന്നെ നീളം കുറച്ച കൊമ്പമുളകുണ്ട്. നമ്മളാകെ നാട്ടിൻപുറത്തൊക്കെ 2 വെറൈറ്റി ഒക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ കാന്താരി അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഒരുപാട് ഇനങ്ങളിൽ ഇവിടെ കൃഷി ചെയ്തോണ്ടിരുന്നത്? ഇപ്പൊ ഇരുമ്പിയാണെങ്കിൽ വെള്ളയുണ്ട്, സാധാരണ പച്ചയുണ്ട്, പിന്നെ ഇപ്പോൾ അതുപോലെ സംഗതി ഇപ്പോൾ വാഴയാണെങ്കിൽ സാധാരണ പൂവൻ വാഴയുണ്ട്, ഇംഗ്ലീഷ് പൂവുണ്ട്, വാഴ ഒരു 40 വെറൈറ്റിയിൽ കാണും. ആണല്ലേ. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന മിക്കവാറുള്ള എല്ലാ വെള്ളം തന്നെ ഇവിടെയുണ്ട്. ചേമ്പ്, മറ്റേ കിഴങ്ങ്, കാച്ചില്, അടതാപ്പ്, ഈ കൃഷി ചെയ്യുന്നതിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ. എന്തൊക്കെ സമ്മാനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? കാണിച്ചു തരാം. പച്ചക്കറി കൃഷിക്ക് ഈ വർഷം പുറനായത് കിട്ടിയത്. അതിൻ്റെ ഇടവക എന്നുള്ള കാണിക്കാം. ഇത് പച്ചക്കറി കൃഷിക്ക് ഇടവകയെന്ന് കിട്ടിയത്. ഇതും ഈ വർഷം കിട്ടിയതാണ്. അതെ. ഇത് ഈ വർഷം രൂപതയെന്ന് കിട്ടിയത്. ചേട്ടാ, അപ്പൊ ഈ കൃഷി മാത്രമായിരുന്നു ഉപജീവന മാർഗം അതോ വേറെ എന്തെങ്കിലും തൊഴിലുണ്ടായിരുന്നു? അല്ല, വേറെ തൊഴിലുണ്ട്. നമുക്ക് റബ്ബർ വ്യാപാരം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അരിപ്പൊടി കമ്പനിയുണ്ട്. ആണല്ലേ. അപ്പൊ ഈ കൃഷി ചെയ്ത് കിട്ടുന്ന വിളകളൊക്കെ നമ്മൾ എങ്ങനെയാ മാർക്കറ്റിൽ കൊടുക്കുക, അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ല. അപ്പൊ എങ്ങനെയാണ് കൃഷി ചെയ്ത് കിട്ടുന്ന? ഒന്നാമത്തെ കാര്യം, ഇപ്പം നമുക്ക് കൃഷി വന്ന് ഒരു പരിധിക്കപ്പുറത്ത് കൂടുതലില്ല. നമ്മുടെ ആവശ്യത്തിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇനി നമ്മുടെ ആവശ്യം കൂടുതൽ വന്നാൽ അത് വെക്കാനുള്ള ചില വ്യാപാരികളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് അവരെ കൊണ്ട് നമ്മുടെ കൊലകളും നമ്മുടെ വിളകളൊക്കെ അവരെ കൊണ്ട് പരിചയപ്പെടുത്തി അവരെ വിൽക്കാൻ താല്പര്യമാണ്. അങ്ങനെ താല്പര്യമുള്ള വ്യാപാരികൾ എൻ്റെ ഉണ്ട്. അപ്പൊ ഈ സെപ്പറേറ്റ് ചെയ്ത് എന്നോട്ടാണ് കൃഷി തുടങ്ങിയത്? അതായത് ഈ വിവിധ ഇനങ്ങളിലേക്ക്? അതും കുറെ കാലം പണ്ട് മുതലേ അങ്ങനെയാണല്ലേ. അപ്പൊ ഈ വിത്തുകളൊക്കെ എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? അത് ചോദിച്ചാൽ എനിക്ക് വരുന്നത് അത് ഇങ്ങനെയുള്ളവരെ നമ്മുടെ കൈ വന്ന് പെടുന്നത്. ഈ വെറൈറ്റി സാധനങ്ങളൊക്കെ. അതെ, അവരോട് എങ്ങനെ തനിയാ കോണ്ടാക്ട് ഉണ്ടാവും. വിവിധ ഇനം വാഴകൾ അധികം പേരത് കൃഷി ചെയ്യാറില്ല. കാരണം വിപണനമാണ് വിഷയം. പക്ഷേ എനിക്കത് പ്രശ്നമുള്ള കേസല്ല. കാരണം ഞാൻ എൻ്റെ വാഴക്കൊല കൊണ്ട് ആദ്യം അല്ലെങ്കിൽ എൻ്റെ ഓരോ വിളയും ഞങ്ങൾ ചില വ്യാപാരികളെ പരിചയപ്പെടുത്തി അവരെ ആദ്യമായിട്ട് ഒരു മാനസികമായിട്ട് തയ്യാറുള്ളവരാക്കിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാകുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക. എനിക്കിപ്പോൾ പാല നല്ലൊരു വ്യാപാരിയുണ്ട്. അപ്പം ഞാൻ എന്ത് ഉൽപ്പന്നം കൊണ്ടു കൊടുത്താലും എന്ത് വിളവ് കൊടുത്താലും മേടിക്കും മേടിപ്പിക്കും. കാരണം അയാൾക്ക് എന്നെ വിശ്വാസമുണ്ട്. അപ്പോൾ ജോസേട്ടൻ കൃഷി ചെയ്യുന്ന ഇവിടെ ഉള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. ഇതെന്താ ജോസേട്ടാ? അതാണ് ചതുരപ്പയർ. ഇത് വെറൈറ്റി ആണല്ലോ, കണ്ടിട്ടില്ല. അല്ല, അതിപ്പം ഉണക്കായതുകൊണ്ട് വിളവ് കുറവാണ്. അത് കൊള്ളാം. ചതുരപ്പയർ. അതെ. എന്താ നാരങ്ങ പഠിച്ചു മൂപ്പായില്ലായിരിക്കും, കുഴപ്പമില്ല. ചൈനീസ് ഓറഞ്ച് എന്ന് പറയും. ചൈനീസ് ഓറഞ്ച് അല്ലേ? അത് പേരോട്ട് മാത്രമേ ഓറഞ്ച് എന്നുള്ളൂ. നാരങ്ങ, പുളിയുള്ള നാരങ്ങ. അത് കറി വെക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ഇത് പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ സൂപ്പറാണ്. പിഴിഞ്ഞ് ഉപ്പി ചേർത്ത് വെള്ളം കുടിക്കാൻ നല്ലതാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. ഇത് എന്തിനാ ഇലച്ചെടിയാ ചേട്ടാ? ഒരു ഇലച്ചെടി ആണല്ലേ. ഇല കാണാൻ നല്ല ഭംഗിയുണ്ട്. നാട്ടിലൊരിടത്തും ഇല്ലാത്തൊരു സാധനം. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വെറൈറ്റി. നീലക്കൊടുവേരി, മറ്റേ ആട് സിനിമയിൽ കാണിക്കണ ഇതല്ലേ? അതെ, അതിന്റെ പൂ. അതെ,
ഇതിന് ഭയങ്കരമായ ഒരു സ്ഥിതി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഒരു വിശ്വാസമുള്ളവർ വിശ്വാസത്തോടെ സംഗതി ഇതിൻ്റെ ഒരു ഇലയിട്ട് സംഗതി ₹1 വെള്ളത്തോട്ടിനെ ഒരു മാസം കൊണ്ട് കോടികളാക്കി തരുന്ന അങ്ങനത്തെ വിശ്വാസമുള്ള ഒരു ചെടിയാണ്. അപ്പം 1-2 ഇലയിട്ട് നമ്മളൊരു പെട്ടിക്കകത്തിട്ട് വെച്ചിരുന്നാൽ ആ ഇല മറ്റേ ഇന്ന് ഇടുന്ന വെള്ളിനകത്തോട്ട് 24 മണിക്കൂർ 2 ആകുന്നു, 4 ആകുന്നു, 8 ആകുന്നു, 16 ആകുന്നു, 32 ആകുന്നു, 64 ആകുന്നു, 128 ആകുന്നു, അങ്ങനെ അങ്ങോട്ട് ഓരോ ദിവസം പെരുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ വെള്ളയുണ്ട്, ചുമരയുണ്ട്, വേറെ നമ്മളിലുണ്ട് കുടുവരിയുടെ. ഇതൊക്കെ പണ്ട് തൊട്ടുള്ളതാണോ അതോ ആണല്ലേ? ദിവസമായിട്ട് ഇത് കറ്റാർ വാഴപ്പോളല്ലേ? സാധാ കറ്റാർ വാഴയല്ല, കറ്റാർ വാഴ ഒരു അത്യപൂർവം ഇനം. സാധാ കാണുന്ന പോലെ ഇല്ല. ഇല്ല, സാധാ വാഴല്ലേ. ഇതല്ലല്ലേ, അതിന്റെ പ്രത്യേകത എന്താ? ഒരു ഫാൻസി ടൈപ്പ് അത്രേ ഉള്ളൂ. അതെ. ഇതെന്താ പേരമരം? സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര. അതെ. അതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത പേരയ്ക്ക നല്ല സ്വാദുള്ളതാണ്. ഇനിയിപ്പോൾ എത്ര പിഞ്ച് പേരയ്ക്കാണെങ്കിലും നമുക്ക് ഉജ്മ പറിച്ച് കഴിക്കാം. നല്ല സ്വാദം, തിരക്കിടില്ല. ഇതിന്റെ തൈയൊക്കെ ഇപ്പൊ എവിടുന്നാ കിട്ടിയേ? അത് നമുക്ക് ഇരിക്കുന്നുള്ളത്, എനിക്ക് 3.5 ആണല്ലേ? പിന്നെന്താ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഇനം ചെറി. ഇതൊരു പൂർണ്ണ വളർച്ചയൊരു ചെടിയാ. ഇത് 5-8 വർഷം പ്രായമുള്ളതാ. 10 വർഷത്തിലധികം പ്രായമുള്ള ചെടി. ഈ വർഷം നിറച്ച് കഴിച്ചതാ. അത് രമ്പ. ബിരിയാണി കൈത. ബിരിയാണി കൈത. അതെ. ഇതിങ്ങനെ ചുരുട്ടി കെട്ടിയ സംഗതി ബിരിയാണിക്കകത്തേക്ക് ഇട്ടാൽ മതി. അതാണല്ലേ. ഇതെന്താ ചേട്ടാ? ഇത് മിറാക്കിൾ ഫ്രൂട്ട്. എന്ത് മധുരം തോന്നുന്ന മറ്റേ? അല്ലല്ല, അത് നമ്മൾ ഇത് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് കഴിച്ചാലും നമുക്ക് ഭയങ്കര മധുരം തോന്നും. അത് കൊള്ളാലോ. ഇതല്ലേ? അതെ. ആ കായ് എടുത്തു, കാ പറിച്ചെടുത്തു. എന്ത് ചെയ്യാ എന്നിട്ട്? കൊള്ളാം. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇലയ്ക്ക് തീരെ വലിപ്പം കുറച്ചത്. ഇത് അല്പം കൂടെ വലിപ്പം കൂടിയത്. ഇനി ഇതിലും വലിപ്പം കൂടി ഒന്നുകൂടെ വേറെ ഉണ്ട്. അപ്പൊ ഇതില് പിടിക്കുന്ന അതിന് കുറവായിരിക്കോ? അല്ല, ഇതിന്റെ കായുടെ വലിപ്പം സമമാണ്. ഇതെന്താ ചേട്ടാ? ലൈം വൈൻ. ഇതെന്താ സംഭവം? ഇത് കറി വെക്കാൻ കൊള്ളാം, വയറിടാൻ കൊള്ളാം, അച്ചാറിടാൻ കൊള്ളാം. നമ്മൾ വല്ല മത്സ്യമൊക്കെ കറി വെക്കുമ്പോൾ ആകൃതി ഇടാം. ആണല്ലേ? അതെ. ഗണപതി നാരങ്ങ. കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കുറെ നാളുണ്ട് ഇവിടെ ഉള്ളതാണോ? ഇതെങ്ങനെയാണ് ഇങ്ങനെ കിളിപ്പിച്ചെടുത്തത്? ഈ വാഴ 3 കൂമ്പുള്ള വാഴയല്ലേ? ചിലപ്പോൾ 5, 6, 7 ഒക്കെ ചിലപ്പോൾ നല്ല ചുണുണ്ടാവും. ഇതിന്റെ പേര് മൾട്ടി ഫ്ലവർ. ഒരു കാഴ്ചക്ക് ഒരു തമാശയ്ക്ക് വേണ്ടി നടാന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ? ഗ്രാഫ്റ്റ് ചെയ്ത് മേടിച്ചാണോ? അല്ലല്ല, ഇത് ഗ്രാഫ്റ്റ് ചെയ്തില്ല. ഇതിന്റെ ഒരു വിത്ത് എനിക്ക് ഒരാൾ തന്നതാണ്. അപ്പൊ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് ഇവിടുത്തെ എല്ലാ വെറൈറ്റി സാധനങ്ങളും കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് ചേട്ടന് ഒരുപാട് നന്ദി. താങ്ക് യു.